അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും ഏതോ ഇരുതല മൂർച്ചയുള്ള കഠാരയെപ്പറ്റി പറയാൻ പോവുകയാണെന്ന്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇരുതല മൂർച്ചയുള്ള ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് തന്നെയാണ്. നാവിൽ മധുരവും കയ്പുമുണ്ട്. വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ ഹൃദയങ്ങളെ വശീകരിച്ച് കൂടെ നിർത്താനും ബന്ധങ്ങളെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാനും നാവിന് ശേഷിയുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ എത്ര കെട്ടുറപ്പുള്ള ആഴമേറിയ ബന്ധങ്ങളെയും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാനും നാവിന് കഴിയും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നാവ് ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി പോലെ തന്നെയാണ്. മഹാനായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽ യഖുൽ ഖൈറൻ, നല്ലത് മാത്രം പറയട്ടെ, ഔലി യസ്മുത്, അല്ലെങ്കിൽ മൗനം അവലംബിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ എന്ന്. നാവ് അപകടകാരിയാണ്. അബദ്ധത്തിൽ പറഞ്ഞുപോയ ചില വാക്കുകളുടെ പേരിൽ ജീവിതകാലം മുഴുവനും ഖേദിക്കേണ്ടി വരുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ കെട്ടുറപ്പുള്ള ബന്ധങ്ങളെ ചില വർത്തമാനങ്ങൾ തകർത്തെറിയാൻ കാരണമായിട്ടുണ്ട്. നേരെ തിരിച്ചു, അകലങ്ങളിൽ ബന്ധങ്ങൾ മുറിഞ്ഞ് ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ ജീവിച്ച എത്രയോ സുഹൃത്തുക്കളെയും ഭാര്യഭർത്താക്കന്മാരെയും ചില വാക്കുകൾ അവരെ ചേർക്കാനും ഒന്നാക്കി മാറ്റാനും സഹായകമായിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവിനെ കരുതി ഉപയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.